ഈ സ്വർണ്ണം എല്ലാം വിൽക്കാൻ പോവാണോ ലക്ഷ്മി? ലോക്കലിരുന്ന സ്വർണം ഡോക്യുമെന്റ്സുകളും ഒക്കെ എടുത്ത് നയനയെ കാണാൻ വന്ന ലക്ഷ്മിയോട് അവൾ ചോദിച്ചു. പിന്നെ വിൽക്കാതെ എനിക്കെങ്ങനെ രഞ്ജി ചോദിച്ച് പണം കൊടുക്കാൻ പറ്റും? ലക്ഷ്മി കരയുന്ന ഭാഗം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈ കണ്ട തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയത് ഈ സ്വത്തിനും സ്വർണത്തിനും ഒക്കെ വേണ്ടിയല്ല ലക്ഷ്മി. എന്നിട്ടിപ്പോ എല്ലാം അവിടെ കയ്യിലേക്ക് തന്നെ ചെന്ന് ചേർന്നു. നീ വിചാരിച്ചാൽ പൈസ കിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു നിനക്ക്? അധികം ആർക്കും അറിയാത്ത ലക്ഷ്മിയുടെ മാറി മറയുന്ന സ്വഭാവം ഓർത്ത് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും വിനയും അബിയും പറഞ്ഞു കൊടുത്ത അതേ ഡയലോഗ് ഒരക്ഷരം പോലും തരുതാനെ ചോദിച്ചു നയന. പണവും സ്വത്തും മാത്രമല്ല നയന, എനിക്ക് എന്റെ രഞ്ജുവിനെ എന്റേത് മാത്രമായി വേണം. ഒരു കുഞ്ഞിയുടെയും ഔദാര്യമായിട്ടല്ല. എനിക്ക് എന്റെ സ്വന്തം സ്വത്തായിട്ട് നിരഞ്ജന വേണം. എന്തായാലും ഒരു പാപം കൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കാതെ ആ പെണ്ണിന്റെ വിവാഹം കഴിഞ്ഞതോടെ രഞ്ജു തന്നെ അവളെ ഒഴിവാക്കുന്നുണ്ട്. എനിക്കത് മതി. ഷോപ്പ് റെഡിയായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് തന്നെ മാറും ഞങ്ങൾ. പിന്നെ ആ പെണ്ണിനെ രഞ്ജുവിന്റെ അടുത്തടുപ്പിക്കില്ല ഞാൻ. നിവ്യയോടുള്ള വെറുപ്പ് അത്രയും വാക്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ലക്ഷ്മി. ലക്ഷ്മി പറയുന്ന ഓരോ വാക്കിലും നിവ്യയോടുള്ള പക നിറഞ്ഞു നിന്നിരുന്നു. അവളെ നിരഞ്ജന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി തുരത്താനുള്ള ത്വര നിറഞ്ഞു നിന്നിരുന്നു. നീ എന്താ എന്നിങ്ങനെ മേടിച്ചു നോക്കുന്നത്? താൻ പറയുന്നത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന നയനയുടെ കയ്യിൽ മെല്ലെ എന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ലക്ഷ്മി. ഏയ് ഒന്നുമില്ല. നയന ഭയം കൊണ്ട് നേർത്തൊരു വിറയിലോടെ പറഞ്ഞു. നയനയുടെ പേടി കൊണ്ട് വിളറിയ മുഖം കാണേ നീട്ടിയെന്ന് മോളി ലക്ഷ്മി. ഇനി എന്ന് താമസിക്കാതെ നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാൻ നയന. ഇതൊന്ന് വിറ്റ് പൈസ അക്കൗണ്ടിലാക്കിയിട്ട് വേണം എനിക്ക് രഞ്ജുവിന്റെ മുന്നിൽ ചെന്ന് നിവർന്നു നിൽക്കാൻ. അവനൊരു ആവശ്യം വന്നപ്പോ ഞാനല്ലേ ഉണ്ടായിട്ട് സഹായിക്കാൻ എന്ന് അവന് തോന്നണം. കയ്യിലിരുന്ന ബാഗ് ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ലക്ഷ്മി എഴുന്നേറ്റു. സ്വർണം വിറ്റ് പണമാക്കാം, അതാരും അറിയില്ല ലക്ഷ്മി. പക്ഷേ ആ കടകളുടെ കാര്യം ഇനി എങ്ങനെയാണ്? അതൊരിക്കലും നീവിയുടെ സൈൻ ഇല്ലാതെ നിനക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. അവൾക്കൊപ്പം നടക്കിനിടയിൽ നയനെ തിരക്കി. അതൊരു പ്രശ്നമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. വിറ്റാലും ഇല്ലെങ്കിലും അതൊരിക്കലും ഞാൻ അവൾക്ക് കൊടുക്കില്ല. ഇതുവരെ എല്ലാം കൂടെ 10-20 പവനിൽ കൂടുതൽ സ്വർണം കൊടുത്തു. ആ വീട് പോരാതെ 12 ലക്ഷം രൂപയും അതൊക്കെ തന്നെ ധാരാളമാണ്. കടുത്ത മുഖത്തോടെ ലക്ഷ്മി പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ഇപ്പൊ എന്തായാലും ജ്വല്ലറിയിലേക്ക് പോകാൻ നമുക്ക്. വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് നയനെ പറയെ താൻ വന്ന ടാക്സിക്കരികിലേക്ക് നടന്നു ലക്ഷ്മി. കൂടെ തന്നെ നയനയും. കേട്ടല്ലോ അവളെ മനസ്സിലിരിപ്പ്. എന്റെ കുഞ്ഞി അവൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? വന്നു കയറി അന്ന് മുതൽ ആ നാശ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നടക്കുന്ന അവളെ, ആ മോളെ ഞാൻ വെറുതെ വിടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നയനയുടെ ഫോണിലൂടെ എല്ലാം കേട്ടിരുന്ന നിരഞ്ജൻ അബിയെയും ഡോക്ടറെയും സച്ചിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ മുഖം പൊത്തി കുഴിഞ്ഞിരുന്ന് കിതച്ചു. വിനിയുടെ കാറിലായിരുന്നു എല്ലാവരും. അളിയാ, അബി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. അവളെ വെറുതെ വിടണം എന്നാണോ ഞങ്ങൾ പറഞ്ഞത്? നിയമത്തിന്റെ വഴി മതി അളിയ. അല്ലാതെ എന്ത് ചെയ്താലും നിങ്ങളുടെ കയ്യിൽ ചോര പൊരുളും. ഇവളമാരെ പോലെ ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നമുക്കൊരു കുടുംബമുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരാകും തകർന്നു പോകാം. നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ കേസും ബഹളവുമായി നടന്നാൽ എനിക്ക് സഹിക്കാൻ കഴിയുമെന്ന് ആളിന് തോന്നുന്നുണ്ടോ? തന്റെ കൈക്കുള്ളിൽ കിതപ്പോടെ ഇരിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അബി പറഞ്ഞു. അതൊന്നും ഞാൻ ആലോചിക്കാതെയല്ല അബി. പക്ഷേ എന്റെ അച്ഛനെയും അമ്മയും ഇവിടെ ഇല്ലാതാക്കിയെന്ന് ആലോചിക്കുമ്പോ, എന്റെ കുഞ്ഞ് അവളെ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോ എന്നൊക്കെ ആലോചിക്കുമ്പോ അവളെ വെറുതെ വിടുന്നത് ഓർത്തെനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. ഇരു കൈകൊണ്ടും തലമുടിയിൽ അള്ളി പിടിച്ചുകൊണ്ട് ലക്ഷ്മിയെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥതയോടെ നിരഞ്ജൻ പറഞ്ഞു. ടെൻഷൻ ആവണ്ട അളിയ. അവള് ഇപ്പൊ കുടുങ്ങുന്ന ഈ കുരുക്കിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും കേസ് പുറത്തു കൊണ്ടുവരണം. അതോടെ കുറച്ചു കാലം സർക്കാർ ചെലവിൽ സുഖവാസത്തിന് പോകാനുള്ള വകുപ്പ് ലക്ഷ്മിക്ക് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കില്ലേ? പിന്നെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവൾ വരുമ്പോഴുള്ള കാര്യം, അന്ന് വീണ്ടും നിവിക്കെതിരെ അവൾ വരുന്നെങ്കിൽ അതപ്പ നോക്കാം. ഞങ്ങൾക്ക് കൂടെയില്ലേ? നിരഞ്ജന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി തന്നെ ശാന്തമായി പറഞ്ഞു അബി. അത് മതി രഞ്ജു ചേട്ടാ, അവളെ നിയമത്തിന് വിട്ടുകൊടുത്തേക്കാം. ഇന്നലെ വരെ അവളെ നല്ലോണം നോവിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു എനിക്കും. പക്ഷെ ഇപ്പോ അബി പറഞ്ഞതുപോലെ നമ്മുടെ ശരി നമ്മൾ ചെയ്യുമ്പോൾ അതോർത്ത് വേദനിക്കുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ ആകും. കൂട്ടത്തിലെ എടുത്തുചാട്ടക്കാരനായ സച്ചിയും പറഞ്ഞു. എന്നാലും എന്റെ കുഞ്ഞി, ആ മോളെ എന്ത് ചെയ്തിട്ടാടാ അവൾക്ക് അതിനോട് ഇത്ര പക? പല്ലിക്കടിച്ച് ഞെരിച്ചോണ്ട് നിരഞ്ജൻ ചോദിച്ചു. നിങ്ങൾക്ക് നിവി കൊച്ചിനോടുള്ള ആനന്ദമായ സ്നേഹമാണ് മനുഷ്യ ആ പിശാചിനെ കൊച്ചിനോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി ചെറുചിരിയോടെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് സച്ചി. അത് സത്യമാണ് നിരഞ്ജൻ. നിങ്ങൾക്ക് നിവിയോടുള്ള സ്നേഹം, കരുതൽ, അതൊക്കെ ലക്ഷ്മിയുടെ വികലമായ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ ഭർത്താവ് എന്റെ മാത്രം സ്വകാര്യ സ്വത്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ലക്ഷ്മിയും.
ആ സ്വത്ത് എൻ്റേത് മാത്രമായിരിക്കാൻ അവർ എന്തും ചെയ്യും. അതാണ് അവളുടെ ഈ ചെയ്തികൾ. അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്നോ തന്നെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നോ ഇത്തരക്കാർ ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. വിനയ് ആലോചനയോടെ പറഞ്ഞു. എന്തായാലും ഇനി അവളെ ഞാൻ സഹിക്കണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർ അകത്തേക്ക് ചെല്ലും. ഇന്നത്തെ വേടിക്കെട്ട് തുടങ്ങട്ടെ. സമയമാകുമ്പോൾ ഞാനങ്ങ് വന്നേക്കാം. ഒന്നുമില്ലെങ്കിലും ഇന്നുകൊണ്ട് അവൾക്ക് മുന്നിലുള്ള എൻ്റെ അഭിനയം നിർത്താമല്ലോ. കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരം നിരഞ്ജൻ പറഞ്ഞു. വെടിക്കെട്ടിനുള്ള ആളുകളൊക്കെ ഇതിനുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി കാണികളായി നിങ്ങൾ കൂടെ ഉണ്ടാവണം. കൃത്യസമയത്ത് നിരഞ്ജൻ ഇവരെ കൂട്ടി അങ്ങ് എത്തിയാൽ മതി. ഇന്നുകൊണ്ടെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാളെ നോക്കി ചെറു ചീരിയോടെ പറഞ്ഞിട്ട് ജ്വല്ലറിയുടെ പടിക്കെട്ടുകൾ ഓടിക്കയറി. ഹളിയാ. വിനയ് പോന്ന് നോക്കി നിൽക്കുന്ന നിരഞ്ജന്റെ തോളിൽ കൈവെച്ച് വിളിച്ചു അബി. എന്താ അബി? എന്തോ ആലോചനയോടെ നിന്ന നിരഞ്ജൻ ഒരു ഞെട്ടലോടെ അബിയെ നോക്കി. വിഷമമൊന്നും വേണ്ടളിയ. ഇതുപോലെയുള്ള കീടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി എടുത്ത് കളയുക തന്നെ വേണം. എന്തൊക്കെയോ ഓർത്ത് എവിടേക്കോ നോവോടെ നിന്ന നിരഞ്ജനോട് അബി പറഞ്ഞു. എനിക്കതറിയാം അബി. എനിക്കൊപ്പമുള്ള ജീവിതം അവൾക്ക് അഭിനയമായിരുന്നെങ്കിലും ഞാൻ അവൾക്കൊപ്പം ജീവിച്ചത് അങ്ങേറ്റം ആത്മാർത്ഥതയോടെയായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായും ഒരു ചെറിയ വേദനയ്ക്കുണ്ടാകുമല്ലേ. പക്ഷേ ഈ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് ഞാൻ അതൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു. ഇന്നുകൊണ്ട് അവൾക്ക് മുന്നിലുള്ള എൻ്റെ അഭിനയം കഴിഞ്ഞു. അതുപോലെ ലക്ഷ്മി എന്നൊരു വിഷജന്തുവിനെ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വേണ്ട എന്നൊക്കെ ഓർത്ത് ഒരാശ്വാസവും ഇപ്പോൾ എനിക്ക് തോന്നുള്ളൂ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിരഞ്ജൻ പറഞ്ഞത് കേൾക്കി അബിക്കും സച്ചിനും ആശ്വാസം തോന്നി. ലക്ഷ്മിയുടെ കയ്യിലിരുന്ന ആഭരണങ്ങൾക്കൊക്കെ സെയിൽസ്മാൻ എടുത്തു നോക്കി. ശേഷം മുഖം തിരിച്ച് നയനയെ നോക്കി ചിരിച്ചു. നമുക്ക് അകത്തേക്ക് ഇരിക്കാമാ. വിൽക്കാനുള്ളതൊക്കെ ഇവിടെ വെച്ച് നോക്കാൻ പറ്റില്ല. സ്വർണത്തിന്റെ മാറ്റി നോക്കി വിലയിടുന്നത് വേറെ ആളുകളാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. രണ്ടാളെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് അവരെ കൂട്ടി ആ ഫ്ലോറിൽ തന്നെ മറ്റൊരു ഭാഗത്തുള്ള മുറിയിലേക്ക് പോയി അയാൾ. ഇതൊന്നും ഒരുപാട് ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ മാം. വിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടം വരും. ആഭരണങ്ങൾ ഓരോന്നും എടുത്ത് മാറ്റി നോക്കേണ്ടതിൽ അയാൾ പറഞ്ഞു. നഷ്ടം നോക്കിയാൽ നമ്മുടെ ആവശ്യം നടക്കില്ലല്ലോ. ഇതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കിത്തിരി ധൃതി ഉണ്ടായിരുന്നു. അയാൾ ഓരോന്നും സംസാരിച്ച് സമയം കളയാൻ ശ്രമിക്കുന്നെന്ന് തോന്നിയ ലക്ഷ്മി അയാളോട് പറഞ്ഞിട്ട് നയനിയെന്ന് നോക്കി. അവൾ ഒന്നുമില്ല എന്ന പോലെ കണ്ണൊന്ന് ചിമ്മി. ഇത്രയും സ്വർണമൊന്നും ഞങ്ങളിങ്ങനെ വിലക്കെടുക്കാറില്ല. പിന്നെ മേഡം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി വിളിച്ച് ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ എനിക്കിതിന്റെ മാറ്റി നോക്കി പറഞ്ഞ ഡ്യൂട്ടിയുള്ളൂ. ബാക്കിയൊക്കെ നോക്കാൻ ഇവിടെ ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. ആ പറഞ്ഞു തീർന്നില്ല, ദാ എത്തിയല്ലോ. ലക്ഷ്മിയോട് സംസാരിച്ച് നിന്നിയാൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു. നയനി ലക്ഷ്മി വാതിലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. നന്നെ വെളുത്തു ഉയരമുള്ള 60 വയസ്സിനോട് അടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാളും അയാൾക്ക് പിന്നാലെ അത്യാവശ്യം നല്ല ഉയരവും അതിന് തക്കത താടിയുമൊക്കെയായി മറ്റ് രണ്ടുപേരും കൂടെ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. നിങ്ങളിൽ ആരാണ് ലക്ഷ്മി? കയറി വന്നവരിൽ ഒരാളുടെ ചോദ്യവും പന്തിയില്ലാത്ത നോട്ടവും കാണാൻ ലക്ഷ്മിയും നയനിയും പരസ്പരം നോക്കി. നിങ്ങളിൽ ആരാണ് ലക്ഷ്മി എന്ന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വന്നവരിൽ മറ്റൊരാൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനാണ് ലക്ഷ്മി. എന്താ കാര്യം? ഉള്ളിൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ ലക്ഷ്മി പറഞ്ഞു. കാര്യം എന്താന്നൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ നമുക്ക് പോവാം. പ്രായമുള്ള മനുഷ്യന്റെ കൂടെ വന്നവരിൽ ഒരാൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ? ഞാൻ എന്തിന് പോലീസ് സ്റ്റേഷനിൽ വരണം? അല്ലെങ്കിൽ തന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ ആരാണ്? യൂണിഫോമിലല്ലാത്ത ഒരു പോലീസ് ഓഫീസറോട് ധാർഷ്ട്യത്തോടെ ചോദിച്ചു ലക്ഷ്മി. ഞങ്ങൾ ആരാണ് എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. കാര്യം വിശദീകരിച്ച് പറഞ്ഞില്ലേ മാഡം, സ്റ്റേഷനിലേക്ക് വരൂ. മറ്റൊരാൾ ലക്ഷ്മിക്ക് മുന്നിൽ കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്നെ എന്തിനാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? ലക്ഷ്മി കല തുള്ളിക്കൊണ്ട് ചോദിച്ചു. നയനിയാണെങ്കിൽ ഒരു നാടകം കാണും പോലെ എല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോ? മുന്നിലെ ടേബിളിലിരിക്കുന്ന ആഭരണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആ പോലീസുകാരൻ തിരക്കി. ഈ തവണ ലക്ഷ്മിയിൽ ചെറുതല്ലാത്തൊരു ഭയം നിറഞ്ഞു. ഇതൊക്കെ ആരുടേതാണ്? കൂടെയുള്ള മറ്റൊരു പോലീസുകാരൻ മാറ്റി നോക്കിക്കൊണ്ടുവന്ന ആളോട് തിരക്കി. ഇതൊക്കെ എന്റെ ആഭരണങ്ങളാണ്. ബാങ്ക് ലോക്കറിൽ നിന്നും ഇപ്പൊ എടുത്തുകൊണ്ട് വന്നതാണ് വിൽക്കാൻ വേണ്ടി. ഇവരുടെ പരിചയത്തിലാണ് ഇവിടേക്ക് വന്നത്. അയാൾ ചോദിച്ചത് ആ സ്റ്റാഫിനോടാണെങ്കിലും വെപ്രാളത്തോടെ പറഞ്ഞത് ലക്ഷ്മിയാണ്. ഇവർ പറഞ്ഞതൊക്കെ ശരിയാണോ? ആ പോലീസുകാരൻ നയനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് ഇവളിന്റെ ഫ്രണ്ടാണ്. കുറച്ച് സ്വർണം വിൽക്കാനുണ്ട്, പരിചയമുള്ള ജ്വല്ലറി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ. അല്ലാതെ എനിക്കൊന്നും അറിയില്ല സാർ. പേടിച്ച് വിറച്ചുകൊണ്ട് നയന പറഞ്ഞു. നയന പറയുന്നത് കേട്ടതും ലക്ഷ്മി അവളെ കനിപ്പിച്ചെന്ന് നോക്കി. അവളും മുഖം കുനിച്ചു കളഞ്ഞു. ഇതിനൊക്കെ ആ ഡോക്ടർക്ക് കൂട്ടു നിൽക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടമായ കൂടപ്പിറപ്പിനെ ചികിത്സിച്ച് നല്ലൊരു മനുഷ്യനാക്കി തിരികെ തരാമെന്ന ഡോക്ടർ വാക്ക് അത് വിശ്വസിച്ചാണ് ലക്ഷ്മിക്കെതിരെ നിൽക്കുന്നത്.
ഇതിപ്പോ ആ ഡോക്ടർ കയറി വരാതെ ഈ പോലീസുകാർ തന്നെ ചോദ്യം ചെയ്താൽ താൻ കൊടുന്ന് ചതിക്കുന്ന കാര്യം ലക്ഷ്മി അറിയും. പിന്നെ തന്റെ അവസ്ഥ അതൊന്ന് ആലോചിക്കാൻ പോലും വയ്യാതെ തളർച്ചയോടെ നിന്ന് നയന. ഈ സ്വർണമൊക്കെ നിങ്ങളുടെ സ്വന്തം തന്നെയാണല്ലോ അല്ലെ? ആ പോലീസുകാരൻ കൂർമ്മതയുടെ വീണ്ടും ചോദിച്ചു. ഇതൊക്കെ എന്റെ സ്വന്തം സാധനം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ വിളിച്ച് ചോദിക്കാം. ഞാനിതിന്ന് അവിടുത്തെ ലോക്കറിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന സ്വർണമാണോ ഇതെന്ന് ലക്ഷ്മി വീണ്ടും തറപ്പിച്ച് പറഞ്ഞു. ശരി, ഇത് നിങ്ങളുടെ സ്വർണം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങളും ചില സ്ഥാപനങ്ങളുടെ ഡോക്യുമെന്റ്സും ഉൾപ്പെടെ കളവ് പോയെന്നും ഈ ആഭരണങ്ങളെ ബില്ലും നിങ്ങളുടെ ബാഗിലുണ്ടെന്ന് അയാൾ അവകാശപ്പെടുന്ന ഡോക്യുമെന്റ്സുകളുടെ കോപ്പിയും സഹിതം ഒരാൾ പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ സഹകരിക്കണം. 2 പോലീസുകാരുടെയും പിന്നിൽ നിന്നും ഒരു സ്ത്രീ സ്വരം ഉയർന്ന് കേട്ടുകൊണ്ടാണ് ലക്ഷ്മി ഒരു നടുക്കത്തോടെ മുഖം ഉയർത്തി നോക്കിയത്. പോലീസ് യൂണിഫോം ധരിച്ച ഇത്തിരി തടിച്ച 10-40 വയസ്സ് പ്രായമുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് അടുത്തേക്ക് വന്നു. ആരാണ് നിങ്ങൾക്ക് പരാതി തന്നത്? എനിക്കിവിടെ സ്വർണം വിൽക്കാൻ താല്പര്യമില്ല. ഓരോ കള്ളത്തരം പറഞ്ഞ് നാടകക്കാരെ കൂട്ടി വന്ന് എന്റെ സ്വർണം തട്ടിയെടുക്കാൻ നോക്കുന്നോ? മുന്നിൽ നിൽക്കുന്നവരെ തുറച്ചു നോക്കിയൊരു വിഭ്രാന്തിയോടെ പറഞ്ഞിട്ട് ടേബിളിരിക്കുന്ന സ്വർണമൊക്കെ വാരിയെടുത്ത് ബാഗിലിടാൻ ശ്രമിച്ചു ലക്ഷ്മി. തൊടരുത്, ആ സ്വർണമോ ഈ ബാഗിലെ ഡോക്യുമെന്റ്സോ തൊടരുത് ലക്ഷ്മി. പരാതിക്കാരൻ വന്നിട്ടുണ്ട്. ആള് കണ്ട് ബോധ്യപ്പെട്ട ശേഷം തീരുമാനിക്കാം എന്ത് വേണ്ടതെന്ന്. പരാതിക്കാരനോ? അങ്ങനെ എനിക്കെതിരെ പരാതി കൊടുക്കാൻ ആരാ ഉള്ളത്? ആരും വരില്ല. ഇതൊക്കെ എന്റേതാണ്, എന്റേത് മാത്രമാണ്. വാശിയുടെ പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്തൊക്കെ പുച്ഛത്താൽ കൂടി. നിന്റേതോ? മാംഗല്യത്തിലെ മുരളീധരന്റെ മക്കളായ ഈ നിരഞ്ജനും നിവേദിക്കും അവകാശപ്പെട്ട സ്വർണവും പണവും ഞങ്ങളുടെ വസ്തുവകകളും ഒക്കെ ഏതു വകുപ്പിൽ പട്ടിണി പാവങ്ങളായ വേണുവിന്റെ മകൾക്ക് സ്വന്തമാകും? ഇതിന്റെ ഒക്കെ തെളിവ് സഹിതം തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത്. പകയും വെറുപ്പും മുറ്റ നിരഞ്ജന്റെ വാക്കുകളിലും വെറുപ്പും മറപ്പും നിറഞ്ഞ മുഖഭാവത്തിലും ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നു പോയി ലക്ഷ്മി. രഞ്ജു എന്തായി പറയുന്നതെന്ന് അറിയോ രഞ്ജു? എനിക്ക് നമ്മുടെ കല്യാണത്തിന് രഞ്ജു വാങ്ങിത്തന്ന ആഭരണങ്ങളാണ് രഞ്ജു ഇതൊക്കെ. ഇവരൊക്കെ ആരാ? വെറുതെ വന്ന് എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ വിറ്റ് ഞാൻ നമ്മുടെ ഷോപ്പിന്റെ ആവശ്യത്തിന് പണം തരാൻ വേണ്ടി ശ്രമിച്ചതാണ്. അല്ലാതെ ഞാനൊന്നും കട്ടുകൊണ്ട് പോയതല്ല എന്ന് ഇവരോട് പറയും രഞ്ജു. പ്ലീസ് രഞ്ജു, പ്ലീസ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിലത്ത് ഇരുന്ന് നിരഞ്ജന്റെ കാൽ ചുറ്റിപ്പിടിച്ചു ലക്ഷ്മി. തൊടരുത് ലക്ഷ്മി, നീയനെ എന്റെ വിരൽത്തുമ്പിൽ പോലും തൊടരുത്. അത്രയ്ക്ക് അറയ്ക്കുന്നുണ്ട് എനിക്ക് നിന്നെ. വെറുപ്പോടെ പറഞ്ഞിട്ട് പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ച നിരഞ്ജൻ വേച്ചു വിടാൻ പോയതോടെ മുറിയുടെ വാതിലിൽ നിന്ന് അഭിവെപ്രാളത്തോടെ അവനെ താങ്ങിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തു. നിരഞ്ജന്റെ മുഖത്തെ കഠിനമായ വെറുപ്പ് കാണാൻ ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. രഞ്ജു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് രഞ്ജു. ഞാൻ ഈ ചെയ്തതൊക്കെ നമുക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും എപ്പോഴും കുഞ്ഞ്, എന്തുണ്ടായാലും കുഞ്ഞിക്ക്. എല്ലാരും അവൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമുക്കും എന്തെങ്കിലും നമുക്ക് വേണ്ട രഞ്ജു. നാളെ നമുക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അതിനൊന്നും ഇല്ലാതെയായി പോവില്ല രഞ്ജു. അതൊക്കെ കൊണ്ടാണ് രഞ്ജു ഞാനിതൊക്കെ നമ്മുടേതാക്കി മാറ്റാൻ നോക്കിയത്. നീ കാര്യമൊന്നും മനസ്സിലാക്ക്. നിർത്തിക്കോ. നീ പറയുന്ന ഓരോ ന്യായവും എനിക്ക് കേൾക്കണ്ട. നീ ഇത്രയും വലിയൊരു വിഷമാണെന്ന് മനസ്സിലാക്കാത്തത് എന്റെ തെറ്റാണ്. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വിലയുണ്ടല്ലോ, അതൊരുപാട് വലുതായിരുന്നു. പിന്നെ എന്റെ കുഞ്ഞ്, അതെന്റെ അനിയത്തിയായിരുന്നില്ലടി, മകളാണ്, എന്റെ പൊന്നുമോള്. അവൾക്ക് പകരം ഇന്ന് ഈ നിമിഷം വരെ നിരഞ്ജന്റെ ജീവിതത്തിൽ അവൾ മാത്രമേ ഉണ്ടാകൂ. അതൊന്നും നിന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാകില്ല. ഇനി നിരഞ്ജന്റെ ജീവിതത്തിൽ ലക്ഷ്മി ഉണ്ടാവില്ല. അമ്മയുടെയും അച്ഛന്റെയും മുഖം മനസ്സിലോർത്തുകൊണ്ട് 20 വർഷം മുൻപ് അച്ഛൻ തന്റെ കയ്യിലേക്ക് വെച്ചു തന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ഓമന മുഖം ഓർത്തുകൊണ്ട് തന്റെ ഒരു നശിച്ച പ്രണയം കാണും. അവർക്ക് അനുഭവിച്ച വേദനകൾ ഓർമ്മിച്ചുകൊണ്ട് അവരെക്കാളൊക്കെ സ്വയം വേദനിച്ചുകൊണ്ട് നിരഞ്ജൻ ഉറപ്പോടെ പറഞ്ഞു. രഞ്ജു വേണൽ എന്നെ 2 തല്ല് തലിക്കോ, പക്ഷെ ഇങ്ങനെയൊന്നും പറയലേ. എനിക്ക് നീലത പറ്റില്ല രഞ്ജു. ഞാൻ നിന്റെ കാല് പിടിക്കാൻ രഞ്ജു. നമുക്ക് വേണ്ടിയാണ് എല്ലാം ഞാൻ ചെയ്ത്. എന്നൊന്നും മനസ്സിലാക്ക് നീ. ആർത്തി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നതിനൊപ്പം നിരഞ്ജന്റെ കാലിൽ ചുറ്റി പിടിക്കാൻ ശ്രമിച്ചു ലക്ഷ്മി. തല്ലാനോ നിന്നെയോ അതിനു വേണ്ടി പോലും നിന്നെ തൊടാൻ എനിക്ക് താല്പര്യമില്ല. അത്രയേറെ അറപ്പാണ് എനിക്ക് നിന്നെ. ഇനി നിന്റെ അഭിനയത്തിൽ നിരഞ്ജൻ വീഴില്ല. പരമാവധി പിന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ഈ സ്വർണമൊക്കെ നിങ്ങളേതാണെന്ന് ഉറപ്പാണല്ലോ അല്ലെ? അതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയൊന്ന് ക്ലിയർ ചെയ്യും. പോലീസുകാരിൽ ഒരാൾ ലക്ഷ്മിയുടെ ബാഗ് തുറന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നിരഞ്ജന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എന്റെ അനിയത്തിയുടെ പേരുള്ള ഷോപ്പുകളിലെ ഡോക്യുമെന്റ്സ് ആണ്. ഇതെല്ലാം ഇവളിപ്പോ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് അവരെ ഒഴിവാക്കി തരണം. പിന്നെ സ്വർണം, അതിൽ കൂടുതലും എന്റെ അനിയത്തിക്ക് വിവാഹ ആവശ്യത്തിന് വാങ്ങി സൂക്ഷിക്കുന്നതാണ്. പിന്നെ വിവാഹ സമയത്ത് ഇവൾക്ക് എന്റെ അച്ഛന് വാങ്ങിക്കൊണ്ടതും ഒന്നും ഒരു തരി പോലും കുറയാതെ എനിക്ക് തിരികെ വേണം.
എല്ലാത്തിൻ്റെയും ബില്ല് ഉൾപ്പെടെയാണ് ഞാൻ പരാതി തന്നിരുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ലക്ഷ്മിയുടെ മുഖത്ത് പോലും നോക്കാതെ നിരഞ്ജൻ ആ പോലീസുകാരോടായി പറഞ്ഞു. ഇല്ല, ശർമ്മ സാർ ഞങ്ങളോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. പിന്നെ ഇവൾ പറഞ്ഞ ബാങ്കിലെ മാനേജറെ ഞങ്ങൾ വിളിച്ചിരുന്നു. പുള്ളിക്കാരിയും എല്ലാം വിശദമായി പറഞ്ഞു തന്നു. ഇതുപോലെയുള്ള കീടങ്ങൾ എന്തിനാണോ തന്നെ പോലെ ഒരാളുടെ ജീവിതത്തിൽ എടുത്ത് പുറത്ത് കളഞ്ഞേക്കും. അതാണ് തനിക്കും തന്നെ അനീതിക്കും നടന്നത്. പോലീസുകാരിൽ ഒരാൾ നിരഞ്ജന് തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. രഞ്ജു, പ്ലീസ് രഞ്ജു, ഇതൊക്കെ ഞാൻ നമുക്ക് വേണ്ടിയാണ്. നിർത്തിക്കോ ലക്ഷ്മി. നീ ആർക്ക് വേണ്ടി ചെയ്തു കൂട്ടിയതായാലും നഷ്ടം എനിക്കും എൻ്റെ കുഞ്ഞിക്കുമാണ്. ഞങ്ങളുടെ അച്ഛനമ്മമാരെ, ഞങ്ങളുടെ സന്തോഷത്തെയൊക്കെ നിന്റെ സ്വാർത്ഥത കൊണ്ട് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പൊറുക്കില്ല ഞാൻ. ഈ ജന്മം നിനക്ക് മാപ്പില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാനുമില്ല. തൻ്റെ കാലിൽ പിടിച്ച് നിർത്തിയിരിക്കുന്ന ലക്ഷ്മി കുടഞ്ഞു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോ എങ്ങനെയാ ഇനി ഇങ്ങോട്ട് ചോദ്യമൊന്നും? സ്റ്റേഷനിലേക്ക് പോകാമല്ലോ അല്ലേ? പോലീസുകാരിൽ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. രഞ്ജു, രഞ്ജു പ്ലീസ്, ഇവരോടൊപ്പം എന്നെ വിടല്ലേ രഞ്ജു. നിന്റെ എല്ലാം ഞാൻ തിരികെ തരാം. രഞ്ജു, എന്നെ കൂടെ കൊണ്ടുപോവോ? ലക്ഷ്മി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരോടെ പറഞ്ഞു. നിരഞ്ജനാവട്ടെ അവളുടെ മുഖത്ത് പോലും നോക്കാതെ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി.